തന്നെ ഫോൺ ചാരി വെച്ചാൽ അതിരിക്കത്തില്ലല്ലേ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കമ്പി വരില്ല, ആ കമ്പി മാത്രമായിട്ട് മാറ്റിയെടുക്കാമെന്നാണ് ഈ കാണിക്കുന്നത്. ആ ഒരു ബ്ലൈഡ് ഭാഗം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചൂരിങ്ങി എടുത്താൽ ആ കമ്പി കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നെയിൽ കട്ടറിൻ്റെ ആ ഒരു ഹോളിൽ നമുക്ക് തിരി വെച്ചാൽ നമുക്ക് സാമ്പ്രാണി തിരിയൊക്കെ നമുക്ക് കത്തിച്ച് വീട് നന്നായിട്ട് പുകയ്ക്കാനൊക്കെ പറ്റും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു നെയിൽ കട്ടറിൽ തന്നെ ഒരു ബ്ലൈഡ് മാതിരിയുള്ള ഭാഗമുണ്ട്. ആ ഭാഗം എടുത്തിട്ട് നമുക്ക് കാർഡ്ബോർഡ്, ഷീറ്റ്, പേപ്പർ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒരു കത്തിയോ അതിന് വേണ്ടിയിട്ട് എണീറ്റ് വേറെ എന്തെങ്കിലും പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള നെയിൽ കട്ടർ മാത്രം മതി. അതിൻ്റെ ആ ഒരു സൈഡിലെ ബ്ലൈഡ് പോലത്തെ ആ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് മടക്കി വയ്ക്കാം. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയാലും നമുക്കത് യൂസാണ്, ട്രാവലിന് നല്ല യൂസാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു അടപ്പാണ്, നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ ഇല്ല അതിൻ്റെ അടപ്പാണ്. അതിൻ്റെ ഈ സ്ക്രൂ ഊരാൻ വരെ നമുക്ക് നെയിൽ കട്ടർ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ നെയിൽ കട്ടറിൽ ഇതിപ്പോൾ ബ്ലൈഡ് പോലെ തന്നെ വേറെ ഒരു ഭാഗമുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്ക്രൂ ഇരിക്കുന്ന ഭാഗത്തോട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് കറക്കി നമ്മൾ അതിനെ ഒന്ന് ഊരിയെടുക്കുക. അങ്ങനെ ഊരിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിങ്ങ് വിട്ടു പോരും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വെച്ച് ഊരിയെടുക്കാവുന്നതാണ്. അടുത്ത് നമ്മുടെ നമുക്ക് ഫോൺ എത്ര നമ്മൾ ചാരി ഇങ്ങനെ നമ്മുടെ മതിലിൽ ഇങ്ങനെ ചാരി വെച്ചാലും അതിരിക്കത്തില്ല, ഇങ്ങനെ സ്കിഡായി പോകും. അപ്പം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ചാരി വയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചരിച്ച് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഒരു ഫിലിമൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഫോൺ ചരിച്ച് വെക്കണ്ടേ, അതിന് നമുക്ക് ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ ഒരുപാട് കിട്ടും. ഇതൊരു 50-60 രൂപയേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും നന്നായിട്ട് ചരിച്ചും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ കഴിയും. നമുക്ക് സുഖമായിട്ട് നമുക്ക് സിനിമയൊക്കെ കാണാം. നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇത് തന്നെ വളരെ വളരെ വളരെയധികം യൂസ്ഫുള്ളാണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും വെറും 50-60 രൂപ കൊടുത്താൽ നമുക്കിത് വാങ്ങിച്ച് വീട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പോലും ട്രാവലറിനും ഇത് യൂസ് ചെയ്യാം. നല്ല ബെസ്റ്റ് ഒരു റെമഡിയാണ് കേട്ടോ, ഐഡിയ ആണിത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പേനയുടെ കേപ്പ് കൊണ്ടുള്ള ആ ഒരു കേപ്പ്, നമ്മുടെ പേനയിൽ കേപ്പില്ലേ, ആ കേപ്പ് കൊണ്ട് ഉള്ള യൂസാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ തുണിയിൽ അശയിലൊക്കെ നമ്മൾ ഒരുപാട് തുണികൾ വിരിക്കുമ്പോഴത്തേക്കും നമുക്ക് തുണി ഇടേണ്ട ആ ഒരു സ്റ്റിക്ക് എല്ലാ വീട്ടിലും കാണണം എന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേനയുടെ കേപ്പ് ഉണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇതുപോലത്തെ കേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൽ ഈ അശയുടെ ആ ഒരു വയറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ, തുണിയുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ അതങ്ങ് ഊരിപ്പോവാതെ അവിടെ അങ്ങ് ഇരുന്നോളും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.